ഷമാ മുഹമ്മദിന് തീരെ ക്ഷമയില്ല എന്ന കാര്യം നമുക്കറിയാം. അവരുടെ ചാനൽ ചർച്ചകളിലൊക്കെ അവർ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പല ആളുകളും പറയുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഷമാ മുഹമ്മദും ദീപ്തി മേരി വർഗീസും അവർ കോൺഗ്രസ്സിൽ ഇവർ തമ്മിലിടയിൽ ഒരു വലിയൊരു തർക്കം ഉടലെടുത്തിരിക്കുന്നു എന്നതാണ്. അതായത് ക്ഷമയുടെ അനുവാദമില്ലാതെ KPCC മീഡിയ സെൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ക്ഷമ ഇടപെടേണ്ട, ചർച്ച നടത്തേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം AICC വക്താവാണ് ഷമാ മുഹമ്മദ്. നേരത്തെയും ക്ഷമയെ ഈ രീതിയിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഈ KPCCയുടെ മീഡിയ സെൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇപ്പം വീണ്ടും പുറത്താക്കിയിരിക്കുന്നു. അപ്പം വലിയ രീതിയിലുള്ള ഒരു അമർഷവും പ്രതിഷേധവും ഒക്കെ ക്ഷമ ഇപ്പം ഇതിൽ അറിയിച്ചിരിക്കുന്നുണ്ട്. ക്ഷമ പറയുന്നത് എൻ്റെ അനുവാദമില്ലാതെയാണ് ഇതിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ക്ഷമയുടെ ചാനൽ ചർച്ചകൾ കാണുന്ന, ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആർക്കും മനസ്സിലാവാൻ വേണ്ടി സാധിക്കും ക്ഷമയ്ക്ക് തീരെ ക്ഷമയില്ല എന്നുള്ളത്. ആ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി അനുഭാവികളിൽ നിന്ന് ട്രോളുകൾക്ക് വിധേയമായി പെടാറുണ്ട് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ എന്താണ്? ക്ഷമ പുതിയൊരു പാർട്ടിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് നേരത്തെ തന്നെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. കാരണം ക്ഷമയ്ക്ക് അർഹിക്കുന്ന, അല്ലെങ്കിൽ ക്ഷമയെ യാതൊരു തരത്തിലുമുള്ള വില ഈ കേരളത്തിലെ KPCC നൽകുന്നില്ല, ഒരു പരിഗണന നൽകുന്നില്ല എന്നുള്ള പരാതിയാണ് ഉള്ളത്. ക്ഷമയെക്കുറിച്ച് നമ്മുടെ സുധാകരൻ ചോദിച്ചത് ആരാണ് ക്ഷമാ മുഹമ്മദ് എനിക്കറിയില്ലല്ലോ എന്നാണ്. ഒരു ICC വക്താവാണ് അവർ, AICC വക്താവാണ്. അവരെ പോലും സുധാകരനെ അറിയില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സുധാകരനെ പോലും ക്ഷമാ മുഹമ്മദിനെ അറിയില്ല എന്ന് പറയുമ്പോൾ ഊഹിക്കാം ക്ഷമയുടെ സ്ഥാനം കോൺഗ്രസ്സിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പോലും പട്ടികൾക്കൊരു ദിവസം വരും എന്ന് പറയാൻ ഒരു മടിയുമില്ലാതെ ധൈര്യം കാണിച്ച, അതായത് കോൺഗ്രസ്സിലെ ആളുകളൊക്കെ പട്ടികളാണ്, എല്ലാ പട്ടികൾക്കും ഒരു ദിനം വരും എന്ന് പറഞ്ഞു വയ്ക്കാവുന്ന രീതിയിൽ ക്ഷമയുടെ ഒരു ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു ചാനൽ ചർച്ച വലിയ രീതിയിൽ വൈറലായിരുന്നു. അത് BJPയും CPMും ഒക്കെ എടുത്തിട്ട് അലക്കുകയാണ് ക്ഷമയുടെ ആ വാക്കുകൾ. അതായത് കോൺഗ്രസ്സുകാരെല്ലാം പട്ടികളാണ്, പട്ടികൾക്കൊരു നാൾ വരും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ക്ഷമയ്ക്ക് അർഹിക്കുന്ന സ്ഥാനം, ക്ഷമ എവിടെയെങ്കിലുമൊക്കെ പിന്നെ ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നിൽക്കാമെന്നൊക്കെ ക്ഷമ വിചാരിച്ചു കാണും. അതൊന്നും നടന്നില്ല. അപ്പൊ ക്ഷമയ്ക്ക് മടുത്തു കോൺഗ്രസ്. സ്ഥാനം വരെ ക്ഷമ പ്രതീക്ഷിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും MLA സ്ഥാനം അടക്കം. പക്ഷേ അതുകൊണ്ടാണ് കണ്ണൂരിൽ തന്നെ നിന്ന് കറങ്ങുന്നത്. സുധാകരനെ മണിയടിച്ച് വല്ലതും കിട്ടുമെന്നുള്ളതാണ് ക്ഷമ ആലോചിക്കുന്നത്. നടക്കുന്ന കാര്യമല്ല. കാരണം സുധാകരന് തന്നെ ചോദിച്ചു ആരാണ് ഈ ക്ഷമയെന്ന് ചോദിച്ച സ്ഥിതിക്ക് സുധാകരനെ മണിയടിച്ചാളെന്ന് ക്ഷമയ്ക്ക് ഒരു MP സീറ്റ് കിട്ടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ ജബി മേത്ത, പിന്നെ ദീപ്തി മേരി വർഗീസ്, അതുപോലെ ഈ പല സ്ത്രീകളും കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ BJPയിലെത്തിയൊക്കെ പറഞ്ഞത് എന്താണ്? സ്ത്രീകൾക്ക് അർഹിക്കുന്ന അംഗീകാരം പാർട്ടിക്കകത്ത് നിന്ന് നൽകുന്നില്ല, ഇവർക്ക് വേണ്ടവരെ മാത്രം, ഇവരോടൊപ്പം നിൽക്കുന്നവരെ മാത്രം, അല്ലെങ്കിൽ ഇവർക്ക് ഒത്താശ ചെയ്ത് നിൽക്കുന്നവരെ മാത്രം പൊക്കിക്കൊണ്ടുവരുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നോ, നമുക്ക് ആ കൂടെ അറിയാവുന്ന ഒരു പേര് ബിന്ദു കൃഷ്ണയാണ്. കേരളത്തിൽ കോൺഗ്രസ് നമുക്കറിയാവുന്ന ഒരു പേര് ബിന്ദു കൃഷ്ണ. എനിക്കൊന്ന് കൊല്ലം നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയ്ക്ക് അപ്പുറം ഒരാൾ നമുക്ക് പിന്നെ ഇപ്പോൾ ആളുകൾ പറയാൻ നമ്മുടെ വിവരമില്ലായ്മ കൊണ്ടാണെന്ന്. നമ്മൾ കോൺഗ്രസ്സിൽ എത്ര പേരുടെ പേര് കേട്ടിട്ടുണ്ട്? ദീപ്തി മേരി വർഗീസൊക്കെ ഇപ്പോഴാണ് ഈ പിന്നെ കുറച്ചുകൂടി പിന്നെ ആളുകൾക്കിടയിലേക്ക് സജീവമായി വരുന്നത്. ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ക്ഷമയെ പുറത്താക്കിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അഡ്മിനാണ്. അപ്പോൾ ഒരു മാന്യത വേണ്ടേ? ഒരാളെ പുറത്താക്കുമ്പോൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറയാനുള്ള ഒരു മാന്യതയെങ്കിലും അവർക്ക് വേണം. വെറുതെ അങ്ങ് പുറത്താക്കി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ക്ഷമ ഇനി CPMലേക്ക് പോകാൻ വഴിയില്ല. ക്ഷമ BJPയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സന്ദീപ് വാര്യർ ഈ കണ്ടമണി അങ്ങോട്ട് ഓടിയ സ്ഥിതിക്ക് ക്ഷമ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം ബാധ്യതയാണോ? തീർച്ചയായിട്ടും ഷമാ മുഹമ്മദ് ഒരു ബാധ്യത തന്നെയാണ്. ക്ഷമ എന്ത് പറയുന്നുവെന്ന് ക്ഷമയ്ക്ക് പോലും അറിയില്ല. കാരണം ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് തനിക്ക് രാജ്യത്തൊരിടവും സഞ്ചരിക്കാൻ പറ്റില്ലെന്നോ അങ്ങനെ എന്തോ ഒരിക്കൽ പറഞ്ഞ് ട്രോളുകൾ ഇരന്ന് വാങ്ങിയ ആളാണ് ഷമാ മുഹമ്മദ്. മാത്രമല്ല ഈ സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് പട്ടാളക്കാർക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ മേജർ രവി ഉൾപ്പെടെ ഉള്ളവർ രംഗത്തെത്തി ക്ഷമയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷമ എന്ത് പറയുന്നു എന്ന് ക്ഷമയ്ക്ക് തന്നെ അറിയാത്തൊരവസ്ഥയിലേക്കാണ് പാർട്ടിയെ പലപ്പോഴും ക്ഷമയുടെ അങ്ങ്
ഉച്ചത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പാർട്ടി. കാരണം പാർട്ടി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് പട്ടികൾക്കും ഒരു മഹാരാഷ്ട്രയിലെ പരാജയത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഏത് പട്ടികൾക്കും ഒരു ദേവസ്വമുണ്ട്, ആ പട്ടികൾ തിരിച്ചു വരുമെന്ന്. അതായത് കോൺഗ്രസ് പട്ടികളാണ്, ആ പട്ടികൾ തിരിച്ച് സ്വന്തം പാർട്ടിയെ കുറിച്ച് ക്ഷമയ്ക്കുള്ള ഒരു വിലയിരുത്തലാണ് അതിലൂടെ. ഇപ്പൊ സന്ദീപ് വാര്യറൊക്കെ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷമാണ് പാർട്ടിയെ കുറിച്ച് എറുപ്പിന്റെ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞത് എന്ന് നമുക്ക് പാർട്ടിയിലുള്ള ഇത് പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പാർട്ടിയെ പട്ടികളാന്ന് വിളിക്കുന്നത്. അത് പിന്നെ കോൺഗ്രസിന്റെ ഒരു സ്വഭാവമാണല്ലോ, അതിലെ ഗ്രൂപ്പ് തർക്കവും എന്തും പറയാം. അതെ അതെ, വല്ലാത്തൊരു സ്വാതന്ത്ര്യവും ഒരു നിയന്ത്രണവും ഇല്ലാത്തൊരു അവസ്ഥേന്റെ പുറത്ത് കോൺഗ്രസ് ചെന്നെത്തുന്ന ചില അബദ്ധങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരം പരാമർശങ്ങളൊക്കെ വരുന്നത്. ക്ഷമയാണ് പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ICC വക്താവായി വന്നിരിക്കുന്നത്. ഇനി ആ ചാനൽ ചർച്ചകളിലൊന്നും പോണ്ട എന്നുള്ള ഒരു വിലക്കും ക്ഷമയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. AICC വക്താവായ തന്റെ നേതാവായ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നടപടി എന്നാണ് ക്ഷമ പറയുന്നത്. ഇതൊക്കെ പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കടുത്ത അമർഷത്തിലാണ്. തന്നോട് പറയാതെയാണ് പുറത്താക്കിയതെന്നും ഈ സാഹചര്യത്തിൽ അവർ തന്റെ പരാതി കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പാകെ അറിയിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായല്ല ക്ഷമയെ മീഡിയ സെൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നത്. 6 മാസം മുൻപ് സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അന്നും AICC വക്താവ് ക്ഷമ മുഹമ്മദും KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അന്നും ക്ഷമയെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിരുന്നു. പിന്നീട് KPCC അധ്യക്ഷൻ അടക്കം ഇടപെട്ടാണ് ക്ഷമയെ ഗ്രൂപ്പിൽ തിരികെ കയറ്റിയത്. KPCC മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയും ദീപ്തി മേരി വർഗീസിനാണ്. പ്രധാന നേതാക്കളും കോൺഗ്രസുമായി ബന്ധമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. ചാനൽ ചർച്ചകളിലെ നിലപാട്, സർക്കാരിനെതിരായി ഉന്നയിക്കേണ്ട വിമർശനങ്ങൾ, ആരൊക്കെ ഏത് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കണം തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നത്. അന്ന് യാതൊരു കാരണവും കൂടാതെയാണ് ക്ഷമയെ പുറത്താക്കിയത്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാത്തതിൽ ക്ഷമ എതിർപ്പുന്നയിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമം എന്ന വിമർശനമാണ് അന്നും ഇവർ ഉയർത്തിയത്. അടുത്തിടെ കണ്ണൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗത്തെയും നേരിട്ട് ക്ഷമ പരിപാടിയിൽ സജീവമായി നിന്നിരുന്നു. എന്നാൽ മലയാളം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഭാഷാപരമായ പോരായ്മ പലപ്പോഴും ക്ഷമയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം മഹാരാഷ്ട്ര വിഷയത്തിൽ നടത്തിയ ചർച്ചയിൽ ക്ഷമ അസ്ഥാനത്ത് നടത്തിയ കമന്റ് സൈബർ ഇടത്തിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇത്തരം പശ്ചാത്തലത്തിൽ അവരെ മലയാളം ചാനൽ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനമുണ്ടോ എന്ന കാര്യത്തിൽ നേതൃത്വം തീരുമാനം കൈക്കൊണ്ടതാണോ എന്നതിലും വ്യക്തതയില്ല. അതായത് മലയാളം അറിഞ്ഞിടാത്തതിന്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എല്ലാ പട്ടികൾക്കും ഒരു സമയം വരുമെന്നൊക്കെ പറഞ്ഞ് ഇതായത്. അപ്പോൾ മാത്രമല്ല ഈ പെണ്ണുങ്ങളും എവിടെ ചെന്നാലും ഈ സ്ത്രീകളെ കാണാൻ പാടില്ലല്ലോ. ഒരു സ്ത്രീ ഒന്ന് ഉയരത്തിലേക്ക് പോയാൽ എങ്ങനെ അവളെ അടിച്ചമർത്താം എന്നുള്ളതാണല്ലോ പുരുഷന്മാർക്കിടയിലൊരു ഇതുണ്ട്. കാരണം ഏത് പദവിയിലൂടെ ഇപ്പോൾ ഒരു സ്ത്രീയായ നമ്മൾ തന്നെ അത് പറയുമ്പോൾ ചില സ്ത്രീകൾക്ക് പിടിക്കില്ല. പക്ഷെ നമ്മുടെ പല അനുഭവങ്ങളും അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഞാനൊരു ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഒരു പ്രമുഖ ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരം ബ്യൂറോയിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആ സമയത്ത് നമുക്ക് ഇപ്പം തന്നെ പിന്നെ കേരളത്തെ നന്നാക്കി കളയുക എന്നുള്ള ജേർണലിസം കഴിഞ്ഞ ഉടനെയുള്ള നമ്മുടെ ഒരു വല്ലാത്തൊരു ഇതുണ്ടല്ലോ, ഇപ്പം തന്നെ മൈക്കെടുത്ത് ഞാൻ കേരളത്തെ നന്നാക്കി കളയും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. ആവേശം തന്നെ ഓടി നടന്ന് രാവും പകലുമില്ലാതെ നമ്മൾ ജോലി ചെയ്യും. അപ്പോൾ അത് മാനേജ്മെന്റിന്റെ ഇടയിൽ വലിയൊരു മതിപ്പുളവാക്കിയിട്ടുണ്ട്. കാരണം ഏത് രാത്രിയായാലും എന്ത് പ്രശ്നം വന്നാലും ധന്യ പൊക്കോളും, വാർത്ത എടുത്തോളും എന്നുള്ളൊരു പലപ്പോഴും ഗ്രൂപ്പുകളിലൊക്കെ നമ്മളെ പ്രശംസിച്ചുകൊണ്ട് വോയിസ് ഒക്കെ അയക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ തുടക്കക്കാരിയായതുകൊണ്ട് നമുക്കതൊക്കെ ഓസ്കാർ കിട്ടിയതുപോലെ അത് ഒത്തിരി പ്രമുഖനായ ഒരാളിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഒരു ഓസ്കാർ കിട്ടിയ പ്രമുഖനെ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല, ഓസ്കാർ കിട്ടിയ ഒരു ലെവലായിരുന്നു. അവിടെ ഒരു സ്ത്രീ ആയിരുന്നു കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട്. അവരും വാർത്ത വായിക്കും. അവരിപ്പോൾ ആ ചാനലിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ മീഡിയ ഒക്കെ തുടങ്ങി അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവര് ഈ പ്രശംസ ഇട്ട് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അന്ന് ചെയ്ത വാർത്തയിലെ കുറ്റങ്ങളും കുറവുകളും കൊണ്ട് ഗ്രൂപ്പിലേക്ക് വരും. പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളാവും. അങ്ങനെ ഒരു അവധി ദിവസം അവരോട് ചോദിക്കാതെ, നമ്മൾ സാധാരണ HR പറഞ്ഞിട്ടാണ് അവധി എടുക്കുന്നത്, അവരോട് ചോദിച്ചില്ല എന്ന കാരണം പറഞ്ഞ് അവരെന്നെ ഗ്രൂപ്പിൽ വളരെ മോശമായി എന്നെ അപമാനിക്കുകയും കാരണം അവരുടെ പ്രശ്നം ഇതാണ്, നമ്മൾ കുറച്ച്
ഈ ആവേശത്തിന് പുറത്ത് ഓടിച്ചാടിയൊക്കെ നടന്ന വാർത്തകൾ എടുക്കുന്നു എന്നുള്ളത് അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുളവാക്കി. അപ്പൊ എന്നെക്കാളും മുകളിലേക്ക് അവള് പൊങ്ങണ്ട എന്നുള്ള ഒരു രീതി അവരുടെ മനസ്സിലേക്ക് ഒരു മനുഷ്യന്റെ ഒരു സ്വാഭാവിക ചിന്തയാണെന്ന് ആണുങ്ങൾക്കിടയിൽ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രൊമോഷനൊക്കെ കിട്ടിയ ആണുങ്ങളൊക്കെ കൂടുതലാണ്. ഒരു ചില ജോലി സ്ഥലങ്ങളിൽ ആണുങ്ങൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടിയ ഇവരൊക്കെ ചെന്നിട്ട് കൺഗ്രാജുലേഷൻസ് നല്ല മനസ്സോടുകൂടി പറയുന്നവരുണ്ട് തോളിത്തട്ടി. പക്ഷെ ഒരു പെണ്ണാണ് ഒരു പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ ഒരു ഉന്നത ഒരു പെണ്ണ് തന്നെയാണ് തീർച്ചയായിട്ടും. അതിൽ ആരൊക്കെ എന്തൊക്കെ കമന്റുകൾ കൊണ്ട് വന്നാലും സത്യം ചില സമയങ്ങളിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ഷെമ മുഹമ്മദിനോട് ചെയ്തതിൽ ചെറിയൊരു നീതികളുണ്ട്. കാരണം അവർ പറയണം, ഇത്രയും കാലം അവരതിൽ പ്രവർത്തിച്ചപ്പോൾ നിങ്ങൾ ഇന്ന കാരണത്താലാണ് പുറത്താക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ സന്ദീപ് വാര്യരുടെ തുറന്ന് പറഞ്ഞത് കൊണ്ടാണ് സന്ദീപ് വാര്യർ അവിടെ നിൽക്കാതെ ഓടി തള്ളിയത്. പ്രത്യേകിച്ചും ഈ ഗ്രൂപ്പിൽ നിന്നൊക്കെ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ നിസ്സാര കാര്യമല്ല, ഭയങ്കരമായിട്ട് അപമാനിക്കുന്ന തരമാണ്. അപമാനത്തിന്റെ അങ്ങ് അറ്റത്തെ ഒരു സംഭവമാണ്. ക്ഷമ പറയുന്ന ചില കാര്യങ്ങളിൽ വിവരമില്ലായ്മ ഉണ്ട് എങ്കിൽ പോലും ക്ഷമയോടെ ഇത്രയും നാള് പിന്നെ കോൺഗ്രസിൽ നിന്ന ഒരു പ്രവർത്തക എന്ന രീതിയിൽ ക്ഷമയോട് അത് കാണിച്ചതിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തായാലും ക്ഷമയ്ക്ക് അതിൽ ഒരു കടുത്ത അതിർത്തിയുണ്ട്. ഹൈക്കമാൻഡ് ക്ഷമ വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ ഹൈക്കമാൻഡ് അതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ക്ഷമ ബിജെപിയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ ബിജെപിക്ക് ഒരു അസറ്റ് ആയിരിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം ക്ഷമ ഒരു മുസ്ലിമാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ, ആ ഒരു പരിഗണന ബി ജെ പിക്ക് സ്വാഭാവികമായിട്ടും കിട്ടുമല്ലോ. അതായത് ഒരു മുസ്ലിം പ്രാധാന്യം ബി ജെ പിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് തരത്തിലും അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ അത്തരത്തിൽ ഒരു ഈ പറയുമ്പോൾ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ബി ജെ പി ആ തരത്തിലേക്ക് മാറി ചിലപ്പോൾ ക്ഷമയെ സ്വീകരിക്കാനുള്ള വഴിയുണ്ടെങ്കിലും ക്ഷമയെ പോസ്റ്റുകൾ കൊടുത്ത് ചാനൽ ചർച്ചകളിലൊന്നും കൊണ്ടുവരും. ഒരു കാര്യം ഞാൻ പറയാം, സന്ദീപ് വാര്യർ പോയതിന്റെ ക്ഷീണം തീർക്കാൻ അപ്പുറത്ത് നിന്ന് ഒരു പ്രധാന നേതാവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് തന്നെയാണ് ബി ജെ പി പ്രതികാരം തീർക്കേണ്ടത്. തീർച്ചയായിട്ടും അത് ക്ഷമയിലൂടെ സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കിയിരുന്നു.